പവിത്രനെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് ഈ ദുഃഖത്തിലും. നമ്മുടെ പ്രിയപ്പെട്ട നാടിൻ്റെ സഹോദരി ആ വിമാന ദുരന്തത്തിൽ ഇരയാകുമ്പോൾ നമ്മളെല്ലാവരും ആ കുഞ്ഞു കുടുംബത്തെ ഓർത്ത്, ആ കുട്ടികളെ ഓർത്തൊക്കെ വിറങ്ങലിച്ച് മനസ്സുകൊണ്ട് വേദന കൊണ്ട് വിലപിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ആ ഘട്ടത്തിലാണ് അങ്ങേയറ്റം ദുഷിച്ച വാക്കുകൾ, ദുഷിച്ച ചിന്താഗതികൾ ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ പവിത്രനെ പോലെയുള്ള ഒരുപാട് പേർക്കുള്ള കടുത്ത ശിക്ഷയായിരിക്കണം ഇനി ഉണ്ടാകേണ്ടത്. പവിത്രനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തിരിക്കുകയാണ് ജില്ലാ കളക്ടർ. സാരംഗ്, കേൾക്കാമെങ്കിൽ ശക്തമായ നടപടി അത് ഉറപ്പാക്കപ്പെടുകയാണല്ലേ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തൊട്ടുപിന്നാലെ ജില്ലാ കളക്ടർക്ക് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ആ ഒരു ചുമതല നൽകുകയും ചെയ്തു. തൊട്ടുപിന്നാലെ ആദ്യഘട്ടത്തിൽ തന്നെ സസ്പെൻഷൻ ഓർഡർ പുറത്തു വന്നു. ഇപ്പോൾ ഒരു ശുപാർശ കത്ത് കൂടി പോയിരിക്കുകയാണ് മേലധികാരികൾക്ക്. ഇയാൾ ഈ ജോലിയിൽ തുടരാൻ അർഹനല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോലും വലിയ തോതിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും സ്വഭാവ ദൂഷ്യങ്ങളുള്ള ഒരാളാണ് ഇദ്ദേഹം. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു കമന്റ് ഇട്ടതിനു ശേഷം അത് ആ ഒരു കമന്റ് ഒഴിവാക്കി ഡിലീറ്റ് ചെയ്ത് പിന്നീട് തന്റെ പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ ചെയ്തതാണ്, തനിക്ക് മാപ്പ് നൽകണം എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ പോലും ജീവിക്കാൻ പോലും യോഗ്യതയില്ലാത്ത തരത്തിലുള്ള അത്രയും നികൃഷ്ടമായ ഭാഷ ഉപയോഗിച്ചു കൊണ്ടാണ് ആ സഹോദരിക്കെതിരെ ഇയാൾ ആ ഒരു രീതിയിൽ. കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ജനസേവകനാണ്, ഒരു സർക്കാർ ഓഫീസിൽ സാധാരണക്കാർ എല്ലാ പ്രശ്നങ്ങൾക്കും കയറി ചെല്ലുന്ന ഒരു ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഇയാൾ. ഇയാളുടെ ഭാഗത്തു നിന്നാണ് ഒരിക്കലും ഒരു രീതിയിൽ നമ്മൾക്ക് യോജിക്കാനോ ന്യായീകരിക്കാനോ കഴിയാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. പ്രജീഷ്, അതാണ് സാരംഗ്. കാരണം ആർക്കും തോന്നില്ല, കാരണം ഇതൊരു പുഴുക്കുത്താണ് ഈ പവിത്രന്റെ ഖേദപ്രകടനമൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല, 10-14 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും പിടികിട്ടിയിട്ടില്ല, പണി കിട്ടിയിട്ടില്ല, നല്ല പൂട്ട് വീണിട്ടില്ല. ഇന്നിപ്പോൾ എന്തായാലും പോലീസിന് നൽകുന്ന പരാതി അതീവ ഗൗരവത്തോട് ഇത് അവസാനത്തെ പോസ്റ്റായി മാറണം. ഇനി ആ പേന കയ്യിലെടുക്കാൻ പാടില്ല. കാരണം ദുഷിച്ച മനസ്സുമായി ആ ഓഫീസിൽ പാവപ്പെട്ട അങ്ങനെ നീതി കനിവ് തേടിയെത്തുന്ന ആളുകൾക്കുള്ള പെരുമാറ്റം ഈ വ്യക്തിയുടെ എന്താണെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കർശന ശിക്ഷയുണ്ടാകണം. കളക്ടറുടെ റിപ്പോർട്ട്, ഈ നടപടിക്രമങ്ങൾക്കൊക്കെ വേഗതയുണ്ടോ സാരംഗ്? പ്രജീഷ്, നല്ല വേഗതയുണ്ട് നടപടിക്രമങ്ങൾക്കെല്ലാം തന്നെ. പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വകുപ്പ് തലത്തിലുള്ള അന്വേഷണത്തിനും മറ്റ് നടപടികൾക്കും ഒക്കെ തന്നെ നല്ല വേഗതയുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിരാവിലെ തന്നെ ഈ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം ഉണ്ടാവുന്നു. തൊട്ടു പിന്നാലെ സസ്പെൻഷൻ ഓർഡർ വരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഓഫീസിൽ തന്നെ എത്തിയ പവിത്രൻ അവിടെ തന്നെ തുടരുകയായിരുന്നു. അവിടെ നിന്നാണ് വെള്ളരിക്കുണ്ട് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ നിന്നും ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക്, അവിടെയുള്ള ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിക്കുന്നു. ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് കൊണ്ടുപോയത്. സ്വാഭാവിക പ്രക്രിയ എന്ന രീതിയിൽ പ്രതിയെ റിമാൻഡിൽ വിടാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുൻകാണുന്നത്. വലിയ തോതിൽ സ്ത്രീകളടക്കം ഇവിടെ പുറത്ത് തങ്ങിക്കൂടി നിൽക്കുന്ന, വിവിധ ഭാഗങ്ങളിലായി കൂടി നിൽക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. നിരവധിയായ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ഉയരും എന്നുള്ളൊരു സാഹചര്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. പ്രജീഷ്, സാരംഗ്, അതായത് പ്രതിഷേധം സ്വാഭാവികമാണ്, അത് തെറ്റു പറയാനായില്ല. നമ്മളൊരു ദുരന്ത ഘട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ ഒരു സഹോദരി, അമ്മ, 2 കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ വിലാപമൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ള പിടയുകയാണ്. ഉള്ള പിടഞ്ഞു നിൽക്കുന്ന ഒരു നാട് മുഴുവൻ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അങ്ങേയറ്റത്തെ ഈ വളരെ മ്ലേച്ഛമായിട്ടുള്ള ദുഷിച്ച വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ആ സഹോദരിയെ അപമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രേഖകൾ, തെളിവുകൾ സഹിതം ആണോ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തത്, രേഖപ്പെടുത്തുന്നത്? കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് ബോധിപ്പിക്കാം. പ്രഥമ ദൃഷ്ടിയ ആരാലും കണ്ടു കഴിഞ്ഞാൽ, ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും. കാരണം പവിത്രനെ ആ ജോലിയിൽ പോലും തുടരാൻ അർഹനല്ല, കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്ത വ്യക്തിയാണ് ഈ പവിത്രൻ എന്ന് ബോധ്യപ്പെടുകയാണ്. കാരണം വീട്ടിലും അയാൾ ഇതേ ശൈലിയാണ്, ലീലാവിലാസമാണ് കാട്ടുന്നത് എന്ന് പരാതികൾ കൂടി വരുമ്പോൾ പവിത്രനെ പൂട്ടാനായി പോലീസ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.